ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട യൂണിക്കോൺ B6 മോഡൽ വണ്ടിയാണ്. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബാറ്ററി ഡൗൺ ആയിട്ട് വളരെ ലോ ആയിട്ടാണ് കാണപ്പെട്ടത് ബാറ്ററി. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുതിയ ബാറ്ററിയാണ്, വലിയ പഴക്കമായിട്ടില്ല, വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. 2023 അതിൻ്റെ ഇയർ വന്നത്. അപ്പോൾ നമ്മൾ ബാറ്ററി ചെക്ക് ചെയ്യണ സമയത്ത് ബാറ്ററി ലോ ആയിട്ടാണ് കാണിച്ചത്, കംപ്ലൈൻ്റ് അല്ല, ലോ ആയിട്ടാണ് കാണിച്ചത്. അപ്പോൾ നമ്മളത് വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടിമേന്ന് കയറുന്ന ചാർജിങ് സിസ്റ്റം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് നമ്മൾ വെച്ചേക്കുന്നത് പുതിയ ബാറ്ററി, അതും ഇരിക്കുന്നത് പുതിയ ബാറ്ററി, പുത്തൻ ബാറ്ററി വെച്ചിട്ട് ചെക്ക് ചെയ്യണേ. 2024 ബാറ്ററിയാണ് ഇപ്പോൾ ഇതും ഇരിക്കണേ. ഏറ്റവും ലാസ്റ്റ് കാണുന്നുണ്ട് 2.4 അതാണ് ഇയർ. അപ്പോൾ അത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വണ്ടിമേന്ന് കയറുന്ന ചാർജിനകത്ത് ചെറിയ വേരിയേഷൻസ് വന്നുണ്ട്. കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഇപ്പോൾ നിലവിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നമ്മൾ നോക്കുമ്പോൾ അതിന് 12.27 അതാണ് വണ്ടിമേന്ന് വന്ന ചാർജ്. അത് ശരിക്കും പറഞ്ഞപ്പോൾ ബാറ്ററിയിൽ നിന്ന് ചാർജ് വണ്ടി എടുത്തുകൊണ്ടിരിക്കുക. കാരണം അതിനകത്ത് ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സെൻസറുകൾ വോൾട്ട് എടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നോക്കുമ്പോൾ ബാറ്ററിയിൽ നിന്നാണ് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കൂടി ബാറ്ററിയിൽ നിന്ന് ചാർജ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. ബാറ്ററിയിലേക്ക് കറക്റ്റായിട്ട് ടോപ്പ് ഓഫ് ആവണില്ല. സ്റ്റാർട്ടിങ് റേസിങ് കൊടുക്കുന്ന സമയത്ത് ഒരല്പം കയറി വന്നിട്ടുണ്ട്, പക്ഷേ സാധാരണ രീതിയിലേക്ക് വന്നില്ല. അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ റെക്ടിഫയർ എന്ന് പറഞ്ഞ യൂണിറ്റിൻ്റെയാണ് അതിൻ്റെ പ്രോബ്ലം വരാം. റെഗുലേറ്റർ റെക്ടിഫയർ എന്ന് പറയുന്നത് ഇതാണ് ഐറ്റം. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇത് ഇരിക്കുന്നത് കമ്പനി വന്നപ്പോൾ റെക്ടിഫയർ ഇരിക്കണത്. നമ്മളിപ്പോൾ അത് പുതിയത് കണക്ട് ചെയ്തിട്ട് ആ കംപ്ലയിൻ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ വോൾട്ട് കൂടി കാണിച്ചു. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലേക്ക് നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കോ, അതിൻ്റെ വോൾട്ട് കയറി വന്നാണ് കേട്ടോ. ഇപ്പോൾ 12.52 5 അങ്ങനെ കയറി ഇങ്ങനെ വന്നിട്ടുണ്ട്. അത് ശരിക്കും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് അതൊരു 13 വോൾട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഐഡിലിങ്ങിലാണ്, റേസിങ്ങിലല്ല, ഐഡിലിങ് ചാർജിങ്ങിൽ തന്നെ കേട്ടോ. അപ്പോൾ ആ റെഗുലേറ്ററിൻ്റെയാണ് മെയിനായിട്ട് അതിൻ്റെ പ്രോബ്ലം വരാം. ഇപ്പോൾ റേസ് ആക്കുമ്പോൾ കയറി വരുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ബാറ്ററിയിൽ ഇപ്പോൾ നേരത്തെ കാണിച്ചേക്കാളും കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് കയറി വരുന്നത് 80, ഇപ്പോൾ 75 80ലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അത് 80 81 82 അങ്ങനെ കയറി വരുന്നുണ്ട് അതിനകത്ത് കണ്ടോ. അത് ശരിക്കും പറഞ്ഞപ്പോൾ റെക്ടിഫയറാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ഇല്ല. ബാറ്ററി വാറണ്ടി പീരീഡിലുള്ളതാണെങ്കിലും ബാറ്ററിയുടെ കംപ്ലയിൻ്റ് അല്ലാത്തതുകൊണ്ട് വാറണ്ടിക്ക് അയക്കേണ്ട കാര്യമില്ല. കാരണം കംപ്ലയിൻ്റ് അതല്ല, റെക്ടിഫയറാണ് അതിൻ്റെ പ്രോബ്ലം കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പാർട്സിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് 1179 രൂപ ഉണ്ട്. പാർട്സിന് മാത്രം 1179 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരും കേട്ടോ. അപ്പോൾ നിലവിൽ അതാണ് കംപ്ലയിൻറ്റ്. റെക്ടിഫയർ യൂണിറ്റ് മാറ്റാം, ബാറ്ററി ഫുൾ ചാർജ് ആക്കിയിട്ട് കയറ്റി വയ്ക്കാം. അതാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ.